ഹലോ ഫ്ലൈ വീലേഴ്സ്, നമ്മുടെ ഇന്നത്തെ റിവ്യൂ ടൊയോട്ടയുടെ ലേറ്റസ്റ്റ് ഹൈലക്സ് ആണ്. നമുക്ക് ആദ്യം തന്നെ ഓഫ് റോഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ഫ്ലൈ. നമ്മുടെ ആദ്യത്തെ ഓബ്സ്റ്റക്കിളിലൂടെ ഫസ്റ്റ് ഒരു ചെറിയ ആക്സിൽ ട്വിസ്റ്റർ എന്നൊരു സംഭവമാണ്. ബേസിക്കലി ഫുള്ള് വണ്ടിയുടെ ഒരു ആർട്ടിക്കുലേഷൻ കാണുന്ന പോലെ എഫേർട്ട്ലെസ്, അതൊന്നും പറയാനില്ല. ഇനി നമ്മളൊരു സൈഡ് വാളിലേക്ക് കയറാൻ പോകുന്നത്. ഇതൊന്നും ഒരു ഹൈലക്സിനൊരു സംഭവമേ അല്ല, വെരി ഈസി. ഇതൊക്കെ എന്തുകൊണ്ട് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിന് കാരണം ഇതിന് ബേസിക്കലി ഇതിൻ്റെ റെയർ ആക്സിലാണ്. സോളിഡ് ആക്സിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാം ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആക്സിലായിരുന്നെങ്കിൽ ടയേഴ്സ് തമ്മിലുള്ള കോൺടാക്ട് പോയത്. അപ്പോൾ സോളിഡ് റെയർ ആക്സിൽ ആയതുകൊണ്ട് ഒരു വീല് മേളിലേക്ക് പുഷ് ആയാലും മറ്റേ വീലിനെ താഴേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് പാച്ച് പോകില്ല. അതിന് ഫ്രണ്ടിൽ ഇപ്പോൾ മറ്റേ മൾട്ടി വിഷ് ബോണാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടിനും കുഴപ്പമില്ല. റെയർ സോളിഡ് ആക്സിൻ്റെ ഗുണം നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നത് ഇപ്പോൾ ഈ ആർട്ടിക്കുലേഷൻ പിറ്റിലാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോൾ 4H-ലാണ്, 4 ലോവും കൂടെ ഇട്ടിട്ടില്ല. അങ്ങനെ ആക്സിലേറ്റർ പോലും കൊടുക്കാണ്ടാണ് ഓബ്സ്റ്റക്കിൾ ക്ലിയർ ചെയ്തത്. 500 Nm ഓഫ് ടോപ്പ്. അടുത്ത നമ്മുടെ സീസോ ആണ്. സീസോയിലും വെരി ഈസി, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എക്സെപ്ഷണൽ. തൊട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഓഫ് റോഡ് ഭാഗത്ത് ഈ വാഹനം ഇത്രയും കേപ്പബിൾ ആവുന്നതിന് കാരണം ഇതിൽ വന്നേക്കുന്ന കുറച്ച് ഓഫ് റോഡിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് മെയിനായിട്ട് ലാഡർ ഫ്രെയിം ഷാസി. ലാഡർ ഫ്രെയിം ഷാസി ആയതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പം നമ്മൾ ഈ ആർട്ടിക്കുലേഷനൊക്കെ ചെയ്തില്ലേ, വണ്ടിയുടെ ബോഡിക്ക് ഒരു ഫ്ലെക്സ് ഉണ്ടാവും. ഇപ്പം മോണോക്കോക്ക് ആയിരുന്നെങ്കിൽ ഒരു കൺസിഡർ നമ്മുടെ നോർമൽ സ്കെലിറ്റൺ മാത്രം ഉള്ളൂ നിൽക്കുക. പക്ഷേ ലാഡർ ഫ്രെയിമിൻ്റെ മേളിലേക്ക് നമ്മൾ ബോഡി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു എക്സോ സ്കെലിറ്റൺ കൂടെ ആഡ് ചെയ്ത പോലെയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ എക്സ്ട്രാ ഒരു സാധനത്തിന് വേറെ തന്നെ ഒരു ഫ്ലെക്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ബാക്കിൽ ഡിഫറൻഷ്യൽ ആക്സിൽ, അതായത് സോളിഡ് ആക്സിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഈ കാണുന്നല്ലോ, നമുക്ക് ഈ ആർട്ടിക്കുലേഷൻ പിറ്റ്സും കാര്യങ്ങളൊക്കെ ലാഡർ ഫ്രെയിമിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കോൺടാക്ട് പാച്ച് നഷ്ടപ്പെടാണ്ട് നമുക്ക് ഓരോന്ന് കവർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അത് കൂടാണ്ട് സോളിഡ് റെയർ ആക്സിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ആർട്ടിക്കുലേഷനൊക്കെ എളുപ്പമായി. അതുകൂടാണ്ട് നമുക്ക് എൻഡ്യൂറൻസിന് നല്ലത് റെയർ സോളിഡ് ആക്സിലാണ്. നമ്മളിപ്പോൾ ഈ വാഹനത്തിന് മേളിൽ ക്യാമ്പർ സെറ്റ് ചെയ്യുന്നു, നമ്മളവിടെ കാണുന്നില്ല, ക്യാമ്പർ വാൻ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ബാക്കിൽ ലോഡ് കൊണ്ടുപോകുന്നതാണെങ്കിലും നമ്മൾ ബൈക്ക് കൊണ്ടുപോകുന്നത്, അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ബാക്കിൽ സോളിഡ് ആക്സിലായിട്ടാണ്. പിന്നെ നമ്മൾ ബൈക്കപ്പോൾ എന്തുകൊണ്ടാണ് നോർമൽ എസ്യുവിന് ചെയ്യാത്തത്? കാരണം ഓൺ റോഡിൽ സോളിഡ് ആക്സിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അൺസ്പ്രിംഗ് മാസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തെറിക്കൽ കൂടും, നമുക്ക് സ്റ്റെബിലിറ്റി കുറയും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ വിഷ് ബോൺ കൊടുത്തത്, ഡബിൾ വിഷ് ബോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ഓഫ് ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ്. പക്ഷേ കൂടുതലും അലൈൻ ചെയ്തേക്കുന്നത് ഓഫ് റോഡ് ആൻഡ് ഓവർ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡിസൈനെക്കുറിച്ച് സംസാരിക്കാം. ഡിസൈൻ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പ്രോപ്പർ ഒരു റെവല്യൂഷണറായിട്ടെന്ന് പറയാൻ പറ്റും. ഫുൾ മാറി, ഫുള്ളി റീഡിസൈൻ ആണ്. ഇൻറ്റീരിയറാണെങ്കിലും എക്സ്റ്റീരിയറാണെങ്കിലും. ഇപ്പോൾ ഫ്രണ്ടിലൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് മെയിനായിട്ട് വന്നേക്കുന്ന ഈ ഒരു പുതിയ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. LED ഹെഡ്ലൈറ്റ്സ് ആണ്. ലുക്സ് വെരി നൈസ്. പ്രോപ്പർ ഒരു മീൻ ലുക്ക് വരുന്നുണ്ട് ഇപ്പോൾ വാഹനത്തിന്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഫോഗ് ലൈറ്റ്സ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ട്രെയിൽ റൈഡ് കഴിഞ്ഞിട്ട് ഫുൾ വൃത്തികേടാണ്. പക്ഷേ ഈ വൃത്തികേടിലാണ് ഈ വാഹനം കാണാൻ തന്നെ അടിപൊളിയാവുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ലുക്സ് ഗുഡ്. ഒരു ഹണികോം ഗ്രില്ലുണ്ട്. ടൊയോട്ട തന്നെ ബാഡ്ജിങ് കൂടെ കാണാൻ പറ്റും. നേരത്തെ ഇപ്പോൾ നമുക്ക് ലോഞ്ച് ആയിട്ടുള്ള പ്രാഡോയിലും പിന്നെ ലാൻഡ് ക്രൂസറിലൊക്കെ വന്നിരിക്കുന്ന പുതിയൊരു ബാഡ്ജിങ് സിസ്റ്റമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, സ്ലീക്ക് ആയിട്ടുള്ള ബാഡ്ജിങ്. ആൻഡ് ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു റെട്രോ ഫ്ലേവറാണ് വന്നിരിക്കുന്നത്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഇവിടെ കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ വീൽസ് ഉണ്ട്. ഇപ്പോൾ പ്രോപ്പർ ഒരു സ്റ്റീൽ റിംസ് പോലെയാണ് വീല് വന്നേക്കുന്നത്. ഇറ്റ് ഇസ് വെരി നൈസ്. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. 80 ടയേഴ്സാണ് വന്നേക്കുന്നത്. ഇത് ഒരു എക്സ്ട്രാ ബിറ്റല്ല, ഇതെല്ലാ വാഹനത്തിനും വരുന്നൊരു ആക്സറി തന്നെയാണ്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഇവിടെ കാണാൻ പറ്റും. ബാക്കി ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസ് ആണെങ്കിലും മിറേഴ്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് ബ്ലാക്ക് ആയിട്ടുണ്ട്. ബാഡ്ജിങ് ബ്ലാക്ക് ആയിട്ടുണ്ട്. സൈഡിൽ സൈഡ് സ്റ്റെപ്പ് ഉണ്ട്. ഇതും
നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് അല്ല, പെട്ടെന്ന് മടങ്ങി. നമ്മളിപ്പോൾ ഓഫ് റോഡ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ മടങ്ങിയത് നമ്മൾ കയറി നിന്ന് അമർത്തിയപ്പോൾ അത് റെഡിയായി. പിന്നെ ബാക്കിലേക്ക് വന്നാൽ ലോഡിംഗ് ബേ ആണ്. ലോഡിംഗ് ബേ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഹൈലക്ഷൻ ലോഡിംഗ് ബേൻ്റെ അങ്ങനെ ഡയമെൻഷൻസിലൊന്നും വ്യത്യാസം എനിക്ക് വന്നിട്ടില്ല, സെയിം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അതേ വാഹനത്തിൻ്റെ മേളിലേക്ക് കംപ്ലീറ്റ്ലി പുതിയൊരു ബോഡിയാണ് പിടിപ്പിച്ചേക്കുന്നത്. എഞ്ചിൻ സെയിമാണ്, അണ്ടർ പെൻഡിങ് സെയിമാണ്, കേപ്പബിലിറ്റിയും സെയിമാണ്. ബാക്കിലേക്ക് പറഞ്ഞേക്കുന്ന മെയിൻ വ്യത്യാസം ഈ ഒരു സ്റ്റെപ്പാണ്. നമുക്കിപ്പോൾ ബാക്ക് ലോഡിംഗ് ബേയിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പമായിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ബാക്കിലേക്ക് തള്ളി വെക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ചെറിയ സംഭവം യൂസബിലിറ്റിയിലും ഡെയിലി ലൈഫിലും എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളത് അത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ദാറ്റ് ഈസ് എ ഹ്യൂജ് തിങ്. പിന്നെ ലൈറ്റ്സ് മാറിയിട്ടുണ്ട്, ലൈറ്റ്സ് ഇപ്പോൾ റീഡിസൈൻ ആയിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. എനിക്ക് ഈ ലൈറ്റ്സ് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിൽക്കുന്ന ഈ എക്സ്റ്റൻഷനും കുറച്ചുകൂടെ ഒരു അപ്പ് മാർക്കറ്റ്, കുറച്ചും കൂടെ പുതിയ ഇപ്പോൾ ജനറേഷൻ വെഹിക്കിൾസിനെ പോലെ ആയിട്ടുണ്ട്. ബാക്കിൽ ടൊയോട്ട ബാഡ്ജിങ്, ഓൾഡ് നമ്മുടെ പഴയ ടൊയോട്ടേൻ്റെ ലാൻഡ് ക്രൂസേഴ്സ്, അതായത് ലോഡിംഗ് ബേ ഉള്ള നമ്മൾ മിലിറ്ററിയിലൊക്കെ കാണുന്ന സാധനങ്ങളുള്ളൂ. ഇപ്പോൾ ഇറാനിലും നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ടൊയോട്ട ബാഡ്ജിങ് ആയിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഒരു ബാഡ്ജിങ് എന്ന് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. ഐ ലൈക്ക് ഇറ്റ് ലോട്ട്. ഒരുപാട് നമ്മുടെ നൊസ്റ്റാൾജി നടത്തുന്നുണ്ട്. പിന്നെ എക്സിറ്റഡ് ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് ആണ്, അതും ഫുള്ളി ലോഡ് ബേ ഒക്കെ ഇപ്പോൾ ഫുള്ളി കവേർഡ് ആക്കിയിട്ടുണ്ട്. ആക്സസും വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ യൂസബിലിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും മറിച്ച് കുറച്ച് ചെറിയ ചെറിയ ബേസിക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെങ്കിലും ഡെയിലി ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. പുറമെ ഫുൾ ഡിസൈൻ മാറിയ പോലെ തന്നെ ഇൻറ്റീരിയറിലും ഫുൾ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ന്യൂ ലേഔട്ടാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ, എല്ലാം പുതിയതാണ്. പുതിയ സ്റ്റിയറിംഗ് വീല് കാണാം. നമ്മൾ പ്രാഡോയിൽ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തീമാണ് അകത്തേക്കും വന്നിട്ടുള്ളത്. പുതിയ സ്റ്റിയറിംഗ് വീല് നമുക്കിപ്പോൾ എല്ലാ ബട്ടൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ചങ്കി ആയിട്ടുണ്ട്, വലിയ ബട്ടൺസ്. ഇറ്റ്സ് വെരി നൈസ്. ടച്ച് ആൻഡ് ഫീലും അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും ഈ സ്വിച്ച് ഗിയർ ഒക്കെ തന്നെ ഭയങ്കര ചങ്കിയാണ്, ഭയങ്കര യൂട്ടിലിറ്റേറിയൻ ആണ്. നമുക്ക് ഓരോന്ന് സ്പിൻ ചെയ്യുമ്പോഴും അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ് ഉണ്ട്. ഡ്രൈവ് മോഡിൽ നമുക്ക് 3 ഞാൻ പറഞ്ഞ സ്പോർട്സ്, കംഫർട്ട്, ഈക്കോ എന്ന് പറഞ്ഞിട്ട് അതിൽ സ്പോർട്ടിൽ കിട്ടുമ്പോൾ വ്യത്യാസം എനിക്ക് മനസ്സിലുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ മാറ്റാൻ പറ്റുന്ന MTS മൾട്ടി ടെറൈൻ സെലക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡീപ്പ് സ്നോ, മഡ്, സാൻഡ്, ഡേർട്ട്, ഓട്ടോ, ഇങ്ങനെ ഡിഫറെൻറ്റ് നമ്മളിപ്പോൾ ഓട്ടോയിലെ ഫുൾ ഇട്ട് ഓടിച്ച് തന്നെ ഇറ്റ് വാസ് വെരി ഈസി, നിഷ്പ്രയാസമാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മാനുവലായിരുന്നെങ്കിൽ ഓബ്വിയസ്ലി കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് കബി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള സ്ഥലം, ഇവിടെ ഒരു കബി സ്പേസ്, ഇവിടെ ഒരു ചെറിയ താക്കോൽ വെക്കാനുള്ള സ്ഥലം, അത്യാവശ്യം വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ അകത്ത് ഒരു 240 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. അത് കൂടാണ്ട് 12 വോൾട്ട് സോക്കറ്റും വരുന്നുണ്ട്. 2 ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഒരു ചെറിയ ഗ്ലൗ ബോക്സും ഒരു അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സും. ഡോർ പാനൽസ് ആണെങ്കിലും എല്ലാം ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കൂടെ വരുന്നുണ്ട്. അത് സ്പെസിഫിക്കലി നമ്മൾ ടൊയോട്ടോസിൽ കാണുന്നതാണ്. നമ്മൾ ഫോർച്യൂണറിലും കാണുന്നുണ്ട്. ഇവിടെ ഒരു സാധനം പുറത്തേക്ക് വരില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലൊക്കെ സ്വിച്ച് ഗിയറിൽ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ട്രാക്കിൽ ഓടിച്ചതിന് ശേഷം നേരെ വന്നേക്കുന്നത് ഇപ്പോൾ ട്രെയിൽസിലേക്കാണ്. ട്രെയിൽസിൽ വരുമ്പോഴാണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു പ്രോപ്പർ യൂസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ദിസ് വെഹിക്കിൾ ഈസ് ഫോർ ട്രെയിലിംഗ്, ഓവർലാൻഡിങ്, ക്യാമ്പിംഗ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിന് ട്രെയിലിംഗ് ആണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ യൂസ് തന്നെ വരുന്നത്. ഇവിടെയാണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഈ 2.8 ലിറ്റർ എഞ്ചിനും പിന്നെ ഈ വന്നേക്കുന്ന 500 Nm ടോർക്കും പിന്നെ വന്നേക്കുന്ന ഈ ഓഫ് റോഡ് സെലക്ട്, പിന്നെ മൾട്ടി ടെറൈൻ സെലക്ട്, ഇങ്ങനത്തെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഓട്ടോയിൽ ഇട്ടിട്ടുള്ളൂ. അതുകൂടാണ്ട് 4H ഇട്ടേക്കുന്നു. ലോയിലൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെയിൽസ് ഒന്നും അല്ല. ശരിക്കും ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ള വെഹിക്കിൾസിന് ഒരു പ്രശ്നം, നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ വന്നേക്കുന്ന നീട്ടം, ഈ നീട്ടം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ബ്രേക്ക് ഓവർ ആംഗിൾ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വണ്ടി ബീച്ച് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ട്രെയിൽസിൽ ഓബ്വിയസ്ലി അതൊരു പ്രശ്നമേ അല്ല. ആൻഡ് ദിസ് ഈസ് ഈറ്റിംഗ് ഇറ്റ് അപ്പ് സോ ഈസിലി. ഇതൊന്നൊരു പ്രശ്നമേ അല്ല ഈ വാഹനത്തിന്. നമ്മളിപ്പോൾ ഒരു ജയ്പൂരിൽ ഉള്ളിലൊരു കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ആൻഡ് ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ. നമ്മൾ അത്യാവശ്യം നല്ല ബാഡ് റോഡ്സ് കൂടെ പോകുന്നത്. ആൻഡ് ഉള്ളിലേക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വന്നേക്കുന്നത്. ഓബ്വിയസ്ലി മാനുവൽ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഓട്ടോമാറ്റിക് ആണ്. ലൈഫ് ഈസ് സോ മച്ച് ഈസിയർ. നമുക്കൊന്നും അറിയണ്ട. അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടെറൈൻ സെലക്റ്റും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ശരിക്കും വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഓഫ് റോഡിങ് വെഹിക്കിളും പണ്ടത്തെ പോലെ ഒരു ബുദ്ധിമുട്ടല്ല. അങ്ങനത്തെ ഒരു ഡ്രൈവർ സ്കില്ലൊന്നും ശരിക്കും പറയാച്ചാൽ ഇവിടെ അതിങ്ങനെ യൂസ് വരുന്നില്ല. കാരണം എവറിത്തിങ് കാറിനെ ചെയ്യുന്നു. ആൻഡ്
ഐ എം ലവിങ് ദിസ് അലോട്ട്. ട്രെയിലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ശരിക്കും. അതുകൊണ്ട് തന്നെ I was just going to say that. You wanted to go camping Yeah. and no, overlanding. yeah So if this video gets 1 million views, he's going to buy the Hilux and go overlanding. Yeah. Challenge? yeah man. I'm leaving. Going. Gone Goa God. Okay. So ഇനി നമുക്ക് മെയിൻ റോട്ടിലൂടെ കയറാണ്ട്. മെയിൻ റോട്ടിൽ കയറിയിട്ട് നമുക്ക് ഇതിന്റെ ലക്ഷറി, ഇതിന്റെ കംഫർട്ട് ലെവലിനെ കുറിച്ചൊക്കെ പറയാം. എന്തായാലും ഇതിന്റെ അകത്ത് കംഫർട്ടിന് ഒരു കുറവില്ല. നമ്മൾ ട്രെയിൽ പോകുമ്പോഴൊക്കെ ഇറ്റ്സ് ഈറ്റിംഗ് ഇറ്റ് അപ്പ് വെൽ. ബാക്കിൽ വന്നേക്കുന്ന സോളിഡ് ആക്സിലും പിന്നെ ലാഡർ ഫ്രെയിം ഷാസിയും ഒക്കെ ഇവിടെ പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഉപയോഗം വരുന്നത്. ഇത്രയും നേരം ഞാൻ ഓഫ് റോഡിന്റെ കുറെ ഗുണങ്ങളും ഇതിന് കേപ്പബിലിറ്റീസിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഓൺ റോഡ് ആയിരിക്കും ഈ വാഹനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. ഓൺ റോഡിൽ ഡെഫിനറ്റ്ലി ഈ വാഹനം ബൗൺസി ആണ്. ഇച്ചിരി ഒരു അത്രയും കംഫർട്ടബിൾ ഒന്നുമല്ല. കാരണം ബാക്കിൽ വന്നേക്കുന്ന ഈ സോളിഡ് ആക്സിലിൻ്റെ ആണെങ്കിലും ലാഡർ ഫ്രെയിമിൻ്റെ ആണെങ്കിലും ദോഷങ്ങൾ ഓൺ റോഡിലാണ് അറിയാൻ പോകുന്നത്. പക്ഷെ ഒരു ഗുണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഹൈവേസിൽ കുറച്ചും കൂടി ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. അത്രയ്ക്കും ഹെവി അല്ല, കുറച്ചും കൂടി ഒരു ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരുന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് ഇറ്റ് ഫീൽസ് ഗുഡ്. സീറ്റ്സും കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവ്സ്, എസ്പെഷ്യലി നമ്മളൊരു ലോങ് ഒരു ഓവർലാൻഡ് ട്രിപ്പായിട്ട് പോകുന്നു, ഹൈവേയിലൂടെ പോകുന്നു, അതൊക്കെ എന്തായാലും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ബാക്കിൽ ലോഡ് ഇല്ലാത്തപ്പോൾ എന്തായാലും ഭയങ്കര ബൗൺസിയാണ്. കാരണം ഇതിൻ്റെ ആ സൺസ്പ്രിംഗ് മാസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം കൂടെ താഴെ ചെയ്തുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ചാടും വണ്ടി. അതൊക്കെ ലോഡ് കയറിയാൽ തന്നെ ഒന്നും കൂടെ ഒന്ന് സ്റ്റേബിൾ ആവത്തുള്ളൂ. ബാക്കി വന്നിരിക്കുന്ന ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ട് എല്ലാം വയർലെസ് ആണ്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, ഇവിടെ വന്നിരിക്കുന്ന ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിരിക്കുന്നത്, സ്റ്റിയറിംഗ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറയും വന്നിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി ഒക്കെ വളരെ മോശമാണ്, ഹൈ ക്വാളിറ്റി ഒന്നും പറയാനേ ഇല്ല. പക്ഷേ ഒരു ഡേ ടു ഡേ യൂസിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അവരെന്തുകൊണ്ട് ലെതർ സീറ്റ്സ് എടുത്തു കളഞ്ഞു, പവേർഡ് സീറ്റ്സ് എടുത്തു കളഞ്ഞു, ആൻഡ് ക്ലൈമറ്റ്രോണിക്സ് എടുത്തു കളഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ഷുഡ് ഹാവ് കെപ്റ്റ് ദാറ്റ്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പുതിയ ഹൈലക്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി 4x2 വേരിയൻറ്റിലും വരുന്നുണ്ട്. അത് പുതിയൊരു സംഭവമാണ്. 4x2 വേരിയൻറ്റ് വന്നേക്കുന്നത് 32 lakhs എക്സ്ഷോറുമാണ് ഈ 4x2 വേരിയൻറ്റിനുള്ളത്. അതായിരിക്കും ഓബ്വിയസ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് ഒന്നൊരു പോസിബിലിറ്റി അല്ല ഈ വാഹനത്തിന്. കൂടുതലും ആൾക്കാർ നമ്മുടെ നാടുകളിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്ന മോളിലേക്ക് പോകാനും കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരിക, ഈ ഒരു വ്യൂ കാണുക, അതിനൊക്കെ എന്തായാലും 4x4 ഓപ്ഷൻ തന്നെ വേണം. അതിന് 2 വേരിയൻറ്റ് ഉണ്ട്, GX ഉം VX ഉം. അതിന് ടോപ്പ് എൻഡ് വരുന്നത് 36.7 lakhs എക്സ്ഷോറും പ്രൈസാണ്. അതിൽ ഇനി നമുക്കൊരു ക്യാമ്പർ വാൻ സെറ്റപ്പ് ഒക്കെ, നമ്മളിപ്പോൾ ക്യാമ്പർ ഡൈനാമിക്സിൻ്റെ നമ്മൾ ഇന്നലെ കണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി 4x4 വേരിയൻറ്റ് തന്നെ വേണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ ലോഡൊക്കെ നമുക്ക് പുള്ളി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ ക്യാമ്പർ വാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഉള്ളിലൊരു ലൗഞ്ച് സെറ്റപ്പ് ഉണ്ട്, ബെഡ് ഉണ്ട്, കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, പുറത്തൊരു ഷവർ ഹെഡ് ഉണ്ട്, അതിന് എക്സ്ട്രാ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ലോഡ് ബേ ഫുള്ളി റിമൂവ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഫിറ്റിൻ്റെ അങ്ങ് ഡയറക്റ്റായിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് വന്ന് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഐ വോണ്ട് ടു നോ അബൌട്ട് ഇറ്റ്. ഈ വന്നിരിക്കുന്ന ഡിസൈൻ മാത്രമാണോ, ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ വന്നിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് ഇനിയും കുറേ മാറ്റങ്ങൾ കാണണമായിരുന്നോ? ഹൈബ്രിഡ് ഒന്നും വരുന്നില്ലല്ലോ, അപ്പോൾ അത് കാണണമായിരുന്നു. എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വെഹിക്കിളായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീൽസ്.